ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് കേട്ടോ. നിലവിൽ നമുക്ക് അതിനകത്ത് പറഞ്ഞേക്കണത് ജനറൽ സർവീസ്, അതേപോലെ തന്നെ ബ്രേക്ക് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, എഞ്ചിൻ ഓയിൽ ചെക്കപ്പ്, ഹാൻഡിൽ വൈബ്രേഷൻ, ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞത്. വാട്ടർ സർവീസ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓയിൽ ലെവൽ കുറവായിട്ട് കണ്ടു. അപ്പോൾ ഞാൻ ജസ്റ്റ് അഴിച്ചു നോക്കിയതാണ്. അത്യാവശ്യം ലെവൽ കുറവുണ്ട്. ഏകദേശം ഒരു മാറ്റേണ്ട ടൈം ആയിട്ടുമുണ്ട്. അപ്പോൾ ഓയിൽ ഫുള്ളായിട്ട് മാറ്റണമായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ പിന്നെ അതിനകത്തേക്ക് ടോപ്പ് അപ്പ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ പ്രോബ്ലം എന്ന് വെച്ചാൽ പഴയ ഓയിലിലേക്കാണ് നമ്മൾ പുതിയ ഓയിൽ മിക്സ് ചെയ്യുക. അപ്പോൾ ഇവിടെയൊക്കെ നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ കറുപ്പായിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി ഒഴിക്കുകയാണെങ്കിൽ അതായിരിക്കും ഇപ്പോൾ ബെറ്റർ. പിന്നെ നമ്മളതിൻ്റെ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നടത്തിയായിരുന്നു. ടെസ്റ്റ് ഡ്രൈവ് എടുത്തപ്പോൾ നമുക്ക് ക്ലച്ച് സൈഡിൽ നിന്ന് വൈബ്രേഷൻ, ക്ലച്ചിൻ്റെ ഒരു ജർക്കിങ് കാണിക്കുന്നുണ്ട്. പിന്നെ സ്പീഡോമീറ്റർ വർക്കിംഗ് ആണ്. പക്ഷേ അതിൻ്റെ കേബിൾ ഇങ്ങനെ ഗ്രീസ് ഇല്ലാത്ത രീതിയിലൊരു ഒരു സൗണ്ട് ഉണ്ട്. ഓടുന്ന സമയത്ത് ടൈറ്റ് ആവണ പോലത്തെ ഒരു സൗണ്ട് വരുന്നുണ്ട്. പിന്നെ ഫ്യൂൽ മീറ്റർ, പെട്രോളിൻ്റെ മീറ്റർ പ്രോപ്പറായിട്ട് വർക്ക് ആവണില്ല. പിന്നെ ഫ്രണ്ട് സൈഡ് ടയർ നല്ല രീതിയിൽ വെട്ടൽ കാണിക്കുന്നുണ്ട്, ബബ്ലിങ് കാണിക്കുന്നുണ്ട്. എൻജിൻ സൈഡിൽ നിന്ന് ഒരു സൗണ്ട് വ്യത്യാസമുണ്ട്. അതായത് എൻജിൻ്റെ സൈഡിൽ നിന്ന് ഒരു എരമ്പൽ സൗണ്ട് പോലെ വരുന്നുണ്ട്. അത് നമുക്ക് കൃത്യമായിട്ട് അഴിച്ചു നോക്കിയാലാണ് പറയാൻ പറ്റുള്ളൂ. രണ്ട് രീതിയിലാണ് വരാം. ഒന്ന് ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ബെയറിങ്ങിന് കംപ്ലയിൻറ്റ് വരുമ്പോൾ വരും. പിന്നെ ക്യാം ഷാഫ്റ്റിൻ്റെ സൈഡ് ബെയറിങ് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലും വരും. അപ്പോൾ അത് രണ്ട് രീതിയിലുള്ള ബെയറിങ്ങൾ, ഇപ്പോൾ ഈ അതിൻ്റെ ഏതെങ്കിലും ബെയറിങ് പോയണതായിരിക്കാം. നമുക്കത് 100% പുറമേ നിന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അഴിച്ചു നോക്കിയാലാണ് പറയാൻ പറ്റുള്ളൂ. നിലവിൽ എൻജിൻ സൗണ്ടിൽ വേരിയേഷൻസ് ഉണ്ട് കേട്ടോ. അത് നോക്കാം. കൂടുതലായിട്ട് കാണിക്കുകയാണെങ്കിൽ അപ്പോൾ കയറ്റി അഴിക്കുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ പരമാവധി ഉപയോഗിക്കുക. എപ്പോഴും നമുക്ക് അങ്ങനത്തെ കംപ്ലയിൻറ്റ്സ് കാണിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ ചെയ്തു പോകണമായിരിക്കും ബെറ്റർ. അതല്ലെങ്കിൽ അങ്ങനെ കിടന്ന് ഓടും തോറും നമുക്ക് മേജറായിട്ടുള്ള പല കംപ്ലയിൻറ്റ്സിലേക്കും പല പാർട്സുകൾ ഡാമേജ് വരാനും അതൊരു കാരണമായിട്ട് വരും. പിന്നെ സ്പീഡോമീറ്ററിൻ്റെ കേസ് നമ്മൾ നോക്കി. സ്പീഡോമീറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്, മീറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ കേബിള് ഈ ഭാഗത്തൊക്കെ തുരുമ്പിട്ടിരിക്കുകയാണ്. കേട്ടോ, ഈ ഭാഗം തുരുമ്പിട്ടപ്പോൾ ആ ഭാഗത്ത് ഗ്രീസിൻ്റെ മയമില്ല, ലൂബ്രിക്കേഷൻസ് ഇല്ലാണ്ടാണ് സൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്തേക്കാം. പിന്നെയുള്ളത് പെട്രോൾ മീറ്റർ ക്ലിയറായിട്ട് പൊന്തി വരുന്നില്ല, എന്നാൽ ടാങ്കിൽ പെട്രോൾ ഉണ്ട് താനും. അപ്പോൾ നമ്മളതിൻ്റെ ഫ്ലോട്ട് ചെക്ക് ചെയ്തായിരുന്നു. അതിൻ്റെ ഉള്ളിൽ തന്നെ ഫ്ലോട്ട് നമ്മൾ ചിലപ്പം പൊക്കണ സമയത്ത് കയറി വരുന്നുണ്ട്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല, അത് ലൂസ് കോണ്ടാക്റ്റ് പോലെയാണ്. ചില സമയങ്ങളിൽ അത് കയറി വരുന്നുണ്ടാവാം ഒരു പക്ഷേ. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണ ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് അത് വർക്കിംഗ് അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നോക്കിയത്. ഫ്ലോട്ടിൻ്റെ ലൂസ് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചാൽ ഈ പറഞ്ഞ രീതിയുടെ മീറ്റർ ക്ലിയറായിട്ട് വർക്ക് ആയിക്കോളും. പെട്രോൾ മീറ്ററിൻ്റെ കേസ് കേട്ടോ. സ്പീഡോമീറ്ററിൻ്റെ കേബിൾ നമ്മൾ തൽക്കാലം ഗ്രീസ് ഇട്ടാണ് റീസെറ്റ് ചെയ്യണത്. നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് ഭാഗം തുടങ്ങി നമ്മൾ ജനറൽ സർവീസിനോടനുബന്ധിച്ച് ചെക്ക് ചെയ്യാനുണ്ട്. ബാക്ക് ബ്രേക്സൊക്കെ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ലാൻഡാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലാൻഡാണ്, പുതിയ ലാൻഡാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതേപോലെ ബാക്ക് വീലിൻ്റെ ഷാഫ്റ്റാണത്. നമ്മളതിൻ്റെ ബെയറിങ്ങൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാക്കിലത്തെ ടയറായാലും ഏകദേശം ഒരു കാലാവധിയോട് അടുത്തായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കേസെന്ന് വെച്ചാൽ നമുക്ക് ഈ വണ്ടിയുടെ നമുക്ക് ഫ്രണ്ടും ബാക്കും വരുന്നത് ഒരേ സൈസാണ്. അതായത് 10 ഇഞ്ചാണ് അതിൻ്റെ ടയർ സൈസ് വരാം. അപ്പോൾ നമുക്ക് ഈ ബാക്കിലത്തെ ടയർ പെട്ടെന്ന് തീരും. ആ തീരണ സമയത്ത് ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ അങ്ങനെ തന്നെ എടുത്ത് ബാക്കിലേക്ക് ഇട്ടിട്ട് ഈ ഡിസ്കുമ്പോൾ പുതിയ ടയർ ഇടാം, നേരെ ഫ്രണ്ടിലേക്ക് ഇടാം. ഇടുമ്പോൾ കമ്പനി മോഡൽ ആ ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ ഉണ്ടല്ലോ അതേപോലത്തെ ടയർ തന്നെ എടുത്ത് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അത് ഒന്നോലെ MRF അപ്പോളോ സിയറ്റോ അത് ഏതായാലും പാറ്റേൺ അത് യൂസ് ചെയ്യണതാണ് ബെറ്റർ. ഈ മോഡൽ ഇടണേക്കാളും ബെറ്റർ കമ്പനി വരുന്ന മോഡൽ ചൂസ് ചെയ്യണമായിരിക്കും കുറേ കൂടി നല്ലത് കേട്ടോ. കാരണം എന്നാലാണ് ആ വെട്ടൽ മാറുള്ളൂ. വെട്ടലിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അതിൻ്റെ ബുഷ് കാര്യങ്ങളൊക്കെ ഒന്ന് അഴിച്ച് നമുക്ക് ലിങ്ക് ബുഷ് കംപ്ലയിൻറ്റ്, ഗ്രീൻ ബുഷ് കംപ്ലയിൻറ്റ് ഉണ്ട്, അതൊക്കെ മാറ്റണം. ഇപ്പോൾ നമുക്ക് നിലയിൽ അത് മാറ്റിയാലും വെട്ടലൊന്നും മാറാൻ പോണില്ല. പക്ഷേ അത് വെട്ടൽ മാറണമെന്നുണ്ടെങ്കിൽ ടയർ മാറ്റണം. മാറ്റിയിട്ട് കഴിഞ്ഞാൽ വെട്ടൽ മാറും. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം ടയർ ഓടാനുണ്ട്. അപ്പോൾ അതിങ്ങനെ റൊട്ടേഷൻ ചെയ്താൽ മതി. അത് ഓർമ്മയിൽ വെച്ചേക്കാം. റൊട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് മാറിക്കോളും കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ ഈ ബാക്ക് ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് ഓയിലൊക്കെ ചെക്ക് ചെയ്തു, നല്ല ഓയിലാണ്. എയർ ഫിൽറ്റർ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. ഹോണ്ടയുടെ കമ്പനി ഫിൽറ്ററിനെ കിടക്കണേ. പിന്നെ അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. ക്ലച്ച് സൈഡ് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യണത്. നിലവിൽ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ പുതിയതാണ് കിടക്കണേ, വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി, ബെൽറ്റും നമുക്ക് കിടക്കുന്നത് ഹോണ്ടയുടെ കമ്പനി ബെൽറ്റ് തന്നെ നമുക്ക് കിടക്കണം കേട്ടോ. പിന്നെ ക്ലച്ച് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ക്ലച്ച് ഔട്ടറിനകത്ത് കൃത്യമായിട്ട് ക്ലച്ച് പിടിക്കുന്നില്ല. നമ്മൾ ഒരു പ്രാവശ്യമൊക്കെ പോളിഷ് ചെയ്തിട്ടാണ്, അത് നോക്കുമ്പോൾ അറിയാം. പിന്നെ അത് ചില ഭാഗങ്ങൾ പിടിക്കാത്തൊരു കണ്ടീഷൻ വരുന്നുണ്ട്. തൽക്കാലം നമുക്ക് ഒരു പ്രാവശ്യം കൂടി നല്ല രീതിയിൽ സാൻഡ് പേപ്പറൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. വീണ്ടും റിപ്പീറ്റ് ഇതേപോലെ ജർക്കിങ്, വണ്ടി കൈ കൊടുത്തിട്ട് എടുക്കുന്ന സമയത്ത് ഒരു കുടച്ചിൽ പോലെ കാണിക്കുക. ആ കംപ്ലയിൻറ്റ് വീണ്ടും കാണിക്കുകയാണെങ്കിൽ അടുത്ത സർവീസിൽ നമുക്ക് ഈ ക്ലച്ച് ഡ്രമ്മും ഈ ക്ലച്ച് ഷൂ മാറ്റിക്കളയാം. അപ്പോൾ ആ കംപ്ലയിൻ്റ് അവിടെ മാറിക്കോളൂ കേട്ടോ. പിന്നെ നമുക്ക് നിലവിൽ ഈ സൈഡൊക്കെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നോക്കി വേറെ പ്രോബ്ലം ഒന്നുമില്ല. ചോക്കിൻ്റെ കേബിൾ, ആക്സിലേറ്ററിൻ്റെ കേബിൾ, രണ്ട് കേബിളും ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഇല്ല. കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് കംപ്ലയിൻറ്റുകളും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. ഓവർഫ്ലോ, മിസ്സിങ്, സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ കോമൺ ആയിട്ട് കാർബറേറ്ററിൻ്റെ ഭാഗത്തുനിന്ന് വന്ന കംപ്ലയിൻറ്റ്.
ഒട്ടുമിക്ക വണ്ടികളിലും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ വണ്ടിക്കും വന്നേക്കാം, പക്ഷേ ഇപ്പോഴത്തെ സ്റ്റേജിൽ കംപ്ലയിൻ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അഴിക്കണ്ട. പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻ്റ് ഇല്ലാത്ത സ്ഥിതിക്ക് കാർബറേറ്റർ തൊടാനേ പോകണ്ട. കാരണം കാർബറേറ്റർ ഒന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും കംപ്ലയിൻറ്റ് വരും നമ്മുടെ. കാരണം ഇപ്പോഴത്തെ പെട്രോൾ നമ്മൾ അങ്ങനത്തെ പെട്രോളാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി ഉപയോഗിക്കുക. കംപ്ലയിൻറ്റ് വന്നതിന് ശേഷം പിന്നെ നമുക്ക് ചെയ്യാതെ മാറുകയില്ല. അപ്പോൾ ആ നേരത്ത് നമുക്ക് അഴിച്ചാൽ മതി. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ബുഷുകൾ നമ്മളൊന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ ബുഷ്, ഈ വന്ന ബുഷ് നമുക്കൊന്ന് മാറ്റിയിടണം. ലിങ്കിൻ്റെ ബുഷ് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബ്രേക്ക് ലൈനർ ഫ്രണ്ടിൽ കിടക്കുന്നത് കമ്പനി ലൈനറൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ്. പക്ഷേ എന്നാലും കുറേ കൂടി ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ തൽക്കാലം അതങ്ങനെ കിടന്ന് ഓടിക്കോട്ടെ. ഇപ്പോൾ തീർന്നു കഴിയുമ്പോൾ നമുക്ക് കമ്പനി ലൈനർ മേടിച്ചിടാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ സ്പീഡോമീറ്റർ കേബിളിൻ്റെ കേസ് ഞാൻ പറഞ്ഞു. കേബിൾ ഈ പറഞ്ഞ രീതികൾ ഇതേപോലെ തുരുമ്പാണ്. നമ്മളിപ്പോൾ തൽക്കാലം ഗ്രീസ് ചെയ്തിടാം. എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പോവാം. കാരണം അങ്ങനെ ഡ്രൈ ആയി കിടന്ന് ഓടിയതുകൊണ്ട് ഒരു പക്ഷേ പൊട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. തൽക്കാലം നമുക്ക് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഓക്കെ. ഫ്രണ്ട് ടയറിൻ്റെ കേസ് ഞാൻ പറഞ്ഞു. ഫ്രണ്ട് ടയറിൻ്റെ അലൈൻമെൻറ്റിൽ വന്നതിന് വ്യത്യാസമാണ് ആ വെട്ടൽ കാണിക്കാനുള്ള മെയിൻ റീസൺ. അത് റൊട്ടേഷൻ ചെയ്തിടാം. അതാണ് നമുക്കൊരു മാർഗ്ഗമുള്ളൂ. പിന്നെ നമ്മളതിൻ്റെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 2026, അതായത് ഈ വർഷം വെച്ചാണ് ബാറ്ററിയാണ്, പുതിയ ബാറ്ററിയാണ് കേട്ടോ. വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ കോൺസെപ്റ്റ് ഹാൻഡിലിൻ്റെ സെൻറ്ററിൽ തന്നെ ഒരു ബെയറിംഗ് ഉണ്ട്. അത് ചെറിയൊരു അടി കാണിക്കുന്നുണ്ട് കേട്ടോ. അത് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുമോ എന്ന് നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ കൂടി ഓടിയതിന് ശേഷം അടുത്ത സർവീസിലൊക്കെ അത് അഴിച്ച് മാറ്റിക്കളയാം. അത് അഴിച്ച് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഈ ഭാഗം ഫുൾ അഴിക്കണം. ഏകദേശം നമുക്കൊരു 1000 രൂപ എടുത്ത് നമുക്ക് ചിലവ് തന്നെ കേസാണ്. പാർട്സും ലേബറും എല്ലാം കൂടി വരുമ്പോൾ ഏകദേശം ഒരു 10,000 രൂപ നമുക്ക് ചിലവ് വരും. അപ്പോൾ നോക്കാം, തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിടാം, ഉപയോഗിക്കുക. ഒരു രക്ഷയില്ലെങ്കിൽ അടുത്ത സർവീസിൽ നമുക്കത് കയറ്റി മാറ്റിക്കളയാം. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. പുതിയ ഫിൽറ്ററാണ്. സ്പാർക്ക് പ്ലഗ് നമുക്കൊന്ന് മാറ്റിയിടേണ്ടതായിട്ടുണ്ട്. കാരണം അതിൻ്റെ ത്രെഡ് ഒരുവിധം ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ത്രെഡിന് ടൈറ്റ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മാറ്റിയിട്ടില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അത് നമ്മൾ പിന്നീട് അഴിക്കണ സമയത്ത് ഈ പ്ലഗ് അത് ഒടിഞ്ഞിരുന്നാൽ പിന്നെ നമുക്ക് ഫുള്ളായിട്ട് എഞ്ചിൻ ഹെഡൊക്കെ അഴിക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരും. അതുകൊണ്ട് പ്ലഗ് മാറ്റിക്കളയാം കേട്ടോ. പിന്നെ എഞ്ചിൻ ഓയിൽ ഞാൻ ഊറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ഫുള്ളായിട്ട് മാറ്റുന്ന രീതിയിലാണ് ഞാൻ എസ്റ്റിമേറ്റിൽ ഇടുന്നത്. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇടാം. ഇനി അതല്ല ഇത് തന്നെ ടോപ്പപ്പ് ചെയ്ത് ഇതൊഴിച്ച് ടോപ്പപ്പ് ചെയ്യുന്നതെങ്കിൽ ആ രീതിയിലും പറയാം. ഞാൻ എസ്റ്റിമേറ്റിൽ ഇടുന്നത് എഞ്ചിൻ ഓയിൽ ഫുള്ളായിട്ട് മാറ്റുന്ന എസ്റ്റിമേറ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. എന്തെങ്കിലും ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും മനസ്സിലാവാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ട്, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ്. അതിനുശേഷം മാത്രം നിങ്ങൾ വണ്ടി വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്കൊന്ന് ഷെയർ ചെയ്തിട്ടേക്കാം.